നമ്മളെല്ലാരും കാണുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? ഇന്നത്തെ പെൺകുട്ടികൾക്ക് വിവാഹം കഴിക്കാനായിട്ട് യാതൊരു താല്പര്യവുമില്ല. കാരണം എന്താണെന്നറിയാമോ? അവര് ശരിക്കും അവരുടെ അച്ഛനും അമ്മയുടെയും അല്ലെങ്കിൽ റിലേറ്റീവ്സിന്റെ ഒക്കെ ജീവിതങ്ങള് നേർക്കാഴ്ചയായിട്ട് കാണുന്ന ആൾക്കാരാണ്. അപ്പൊ അവർക്കത് മനസ്സിലാവണുണ്ട്. ഈ ഒരു ജീവിതത്തില് പണ്ടൊക്കെ കല്യാണത്തിന് വേണ്ടിയിട്ടാണ് ജീവിച്ചിരുന്നതെങ്കിൽ ഇന്നത്തെ കുട്ടികൾ കല്യാണം കഴിക്കാൻ വളരെയധികം മടിക്കുവാണ്. ഇന്ന് തന്നെ ഒരു പുതിയ ഒരു സ്റ്റോറി ഇന്ന് ഓൾമോസ്റ്റ് സോഷ്യൽ മീഡിയ മുഴുവൻ വന്നിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാല്, ഒരു വളരെ എഞ്ചിനീയർ ആയിട്ടുള്ള ഒരു എയറോനോട്ടിക്കൽ എഞ്ചിനീയർ, എനിക്ക് തോന്നുന്നു കാലിക്കറ്റ് ഉള്ള ഒരാളാണ്. കല്യാണം കഴിച്ചിട്ട് തിരുവനന്തപുരത്തുള്ള ഒരു IT പ്രൊഫഷണലെയാണ് കല്യാണം കഴിച്ചത്. കല്യാണം കഴിച്ച് 150 പവനും കാറും ഒക്കെയാണ് അവൻ ആവശ്യപ്പെട്ടത്. 75 പവനും വളരെ നല്ല വിദ്യാഭ്യാസമുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടിയെ കൊണ്ടുപോയിട്ട് ബൈക്കിലാണ് അവൻ നടക്കണേ. എന്നിട്ട് അവന് കാറ് വേണം എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞിനെ മാരകമായിട്ട് ഉപദ്രവിക്കുകയും ആ കുഞ്ഞിന്റെ ബോധം പോലും പോണ അവസ്ഥയിലേക്ക് എത്തിച്ചു. അപ്പൊ ആ കുഞ്ഞിന്റെ വീട്ടുകാര് ഈ 75 പവനും കാശും ഒക്കെ കൊടുത്ത് കല്യാണം നടത്തിയെങ്കിൽ പോലും ആ കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്യുന്ന ലെവലിലേക്ക് മുന്നോട്ട് വന്നതുകൊണ്ട് അതൊരു വിസ്മയായില്ല. അപ്പൊ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ പുരുഷനെ ആണെങ്കിലും സ്ത്രീയാണെങ്കിലും ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് നമ്മൾ നമ്മുടെ സ്വന്തം മകളെ ഒരു വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ട് ഇങ്ങനെ ഒരു വിസ്മയന്മാരെ ഉണ്ടാക്കാനാണോ നമ്മൾ നമ്മുടെ കുഞ്ഞു മക്കളെ വളർത്തുന്നത്? ഓരോ അപ്പനും അമ്മയും ചിന്തിക്കണം. വേറൊരു വീട്ടില് രാജകുമാരിയായിട്ട് വളർത്തുന്ന ഒരു കുഞ്ഞാണ് നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളുടെ മകന്റെ കൈ പിടിച്ചിട്ട് വരുന്നത്. അവൾ അവളുടെ വീട്ടിലെ രാജകുമാരിയാണ്. ആ രാജകുമാരി അത്രയധികം സമ്പത്തും നിങ്ങൾക്ക് സന്തോഷവുമായിട്ട് വന്നെ. എന്നിട്ട് നിങ്ങളുടെ അടിമപ്പണി ചെയ്യാനായിട്ട്. എന്നിട്ട് പോലും മകളോട് ഒരു നീതിയും മരുമകളോട് വേറൊരു നീതിയൊക്കെ ഇന്നും കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് യുഗത്തിലാണ് ജീവിക്കുന്നത്? അപ്പൊ നിങ്ങളുടെ മക്കള്, ആൺമക്കള് ഇനി ഒരു കാരണവശാലും ഒരു പെണ്ണിനെ നിങ്ങൾക്ക് ആർക്കും കിട്ടൂല. കാര്യം എന്താ? കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് പെണ്ണുങ്ങള് അത്രയധികം സഹിച്ചിട്ടാണ് മക്കൾക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയിട്ടും മെഴുകുതിരിയായിട്ട് ജീവിച്ചേക്കണത്. ഒത്തിരിയധികം അമ്മമാരുടെ ടോക്സിക് ആയിട്ടുള്ള കുടുംബത്തിന്റെ ഒത്തിരിയധികം വേദനകള് സഹിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി പെണ്ണുങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. കാര്യം എന്താ വെച്ച് പുരുഷനേക്കാൾ കൂടുതൽ ഇന്ന് ജോലി എടുക്കുന്നത് പെണ്ണുങ്ങളാണ്. പുരുഷന്മാർക്ക് പിള്ളേരെ വളർത്തുന്നതിന്റെ ഒരു ബുദ്ധിമുട്ടില്ല, വരുമാനം ഉണ്ടാക്കുന്നതിന്റെ ബുദ്ധിമുട്ടില്ല. പെണ്ണിന് 24 മണിക്കൂറും ജോലി എടുത്താൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. എന്നിട്ടും എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു അപാകത വന്നാല് അതെല്ലാം പെണ്ണിന്റെ തല്ലിലാണ്. പിള്ളേര് നന്നായി വന്നില്ലെങ്കിൽ അതൊരു അമ്മയുടെ മാത്രം ഉത്തരവാദിത്വമായിട്ടാണ് മാറുക. മക്കളുടെ ജീവിതത്തില് അവരൊന്നും ആയില്ലെങ്കിൽ എന്തെങ്കിലും ആയാലോ അതിന്റെ ഫുൾ ക്രെഡിറ്റ് പോണത് ആർക്കാണ്? അച്ഛനാണ്. അപ്പൊ അമ്മമാരെ അത്രയധികം വിഷമിപ്പിക്കുന്ന ലെവലിലാണ് പോണത്. ഇത്രയും വിഷമിച്ച് ജീവിച്ചിട്ടും അമ്മമാര് എന്തുകൊണ്ട് വേറൊരു വീട്ടിൽ നിന്ന് വരുന്ന ഒരു മകൾക്ക് വീണ്ടും ശരിക്കും ദ്രോഹം ചെയ്യണ ലെവലിലേക്ക് മാറുന്നു എന്നുള്ളത് എന്നെ എപ്പോഴും ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാര്യം ഒരു സ്ത്രീ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു പ്രോസസ്സിൽ കൂടി ഒരു വീട്ടിൽ പോയി ഇഷ്ടം പോലെ അവരുടെ ആട്ടും തുപ്പും ഒക്കെ കണ്ട് വർഷങ്ങൾ ജീവിച്ച് അവരുടെ ജീവിതം തന്നെ സാക്രിഫൈസ് ചെയ്ത് അവരുടെ മക്കളെയൊക്കെ വളർത്തുവാണ്. എന്നിട്ട് പോലും വേറൊരു വീട്ടിലൊരു കുഞ്ഞ് വരുമ്പോൾ ആ കുഞ്ഞിനോട് മര്യാദയോടെ പെരുമാറാൻ, നീ പോയി പണിയെടുത്ത് ഈ വീട്ടില് ആവശ്യമുള്ള കാര്യങ്ങൾ ഉണ്ടാക്കടാന്ന് മകനോട് പറയാനായിട്ടുള്ള ചങ്കൂറ്റം പോലും ഇല്ലെങ്കിൽ എന്തിനാ നിങ്ങള് ഈ ഒരു വേഷം കെട്ടിപ്പോയിട്ട് നിങ്ങൾ എന്തിനാണ് മകന് വേണ്ടിയിട്ട് പെണ്ണ് ചോദിച്ച് ഓരോരുത്തർ വീട്ടിൽ ചെല്ലണത്? അഭിമാനം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാവോ? പണിയെടുത്ത് ജീവിക്കുക. അല്ലാതെ പെൺമക്കളുടെ കാശ് മേടിച്ചിട്ട് ജീവിക്കാം എന്ന് വിചാരിക്കണുണ്ടെങ്കിൽ അതിനേക്കാൾ നല്ലത് മരണമാണ്. നിങ്ങൾക്കും ഇല്ലേ പെൺമക്കള്? നിങ്ങളുടെ മകൾക്ക് ഈ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാല് നിങ്ങൾക്ക് വിഷമം ഉണ്ടാവുമോ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ വിതയ്ക്കണത് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുക. അതുകൊണ്ട് ഇനിയെങ്കിലും ആൺമക്കളുള്ള ഓരോ അച്ഛനും അമ്മയും അന്തസ്സോടെ മക്കളെ വളർത്താനായിട്ട് പഠിക്കുക. വേറൊരാളുടെ വീട്ടിലെ സമ്പത്ത് കണ്ടിട്ട് നിങ്ങൾ ശരിക്കും ഓണം ഉണ്ണാനായിട്ട് നടക്കാതിരിക്കുക. കാര്യം കുറച്ചെങ്കിലും അഭിമാനം ഉണ്ടെങ്കിൽ പണിയെടുത്ത് ചെലവാക്കണതിന് മുമ്പ് കുറച്ച് ഇൻവെസ്റ്റ് ചെയ്താൽ ഏതവനും ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവാൻ പറ്റും. അപ്പൊ ആ പെണ്ണിന്റെ വീട്ടിലെ തറവാട് കൊണ്ട് വിറ്റിട്ട്
സ്വർണം കെട്ടിക്കൊണ്ട് വന്ന ഒരാളെയല്ല നിങ്ങൾക്ക് വേണ്ടത്. നല്ലൊരു പാർട്ട്ണറെയാണ്. ആ പാർട്ട്ണറെ റെസ്പെക്ട് ചെയ്യാൻ, അവർക്ക് വേണ്ടി പണിയെടുത്ത് ചോറ് കൊടുക്കാനായിട്ടുള്ള അന്തസ്സെങ്കിലും കാണിക്കുന്ന ആണുങ്ങളുമായിട്ട് പെണ്ണ് ചോദിച്ചു വരിക. കാര്യം പെണ്ണുങ്ങളെ ബുദ്ധിമുട്ടിച്ചാല് ഇനി ഒരാൾക്കും പെണ്ണിനെ കിട്ടൂല. അപ്പൊ അതൊന്ന് മനസ്സിലാക്കിയാല് വളരെ നല്ലതായിരിക്കും.